മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മുടെ ചുറ്റും ചില മനുഷ്യരുണ്ട്, അതായത് എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്നവർ. ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ മറുപടിയും കൊടുക്കാതിരിക്കുക. അതാണ് ബുദ്ധിയുള്ള നമ്മളെപ്പോലുള്ള മറ്റുള്ളവർ ചെയ്യേണ്ടത്. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മുടെയൊക്കെ ചുറ്റുപാടും നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. ആരൊക്കെയോ അങ്ങനെ ഇല്ലേ? നമ്മൾ ചെയ്യുന്ന എന്തിനും കുറ്റം കണ്ടെത്തുന്നവർ, നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണെന്ന് ധരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാത്തിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ, എല്ലാം തെറ്റാണെന്ന് സങ്കല്പിക്കുന്നവർ, അല്ലേ? അങ്ങനെയുള്ളവർ പലപ്പോഴും നമ്മുടെ ലൈഫിന്റെ പാർട്ടാണെന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമായി മാറണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം എന്താ പറയാ, അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് മാത്രമേ സമ്മാനിക്കുള്ളൂ, എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർ. സോ നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വിവേകപൂർവ്വം പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് അധികം വാഗ്വാദങ്ങൾക്കോ സംവാദങ്ങൾക്കോ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറുപടി നൽകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും തെറ്റുകൾ ഉണ്ടാവാം. അത് സ്വാഭാവിക. മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ ഉണ്ടാവാം. അതിപ്പോൾ നമ്മളാവട്ടെ, നിങ്ങളാകട്ടെ, നമ്മളിൽ ആരുമാകട്ടെ, തെറ്റുകൾ സ്വാഭാവികമാണ്. ആ തെറ്റുകളിലേക്ക് എപ്പോഴും തെറ്റുകൾ മാത്രം പറയുക, എന്തു ചെയ്താലും തെറ്റെന്ന് മാത്രം പറയും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ കൂടെയും നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും തെറ്റാണ്, അതിൽ മാത്രം കുറ്റം കണ്ടെത്തുന്നു, എന്തിന് കുറ്റം മാത്രം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ അധികം സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കോ അവർ പറയുന്ന കുറ്റങ്ങൾക്കോ ഒന്നും മറുപടി നൽകാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നൽകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ നേരെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ ആയിപ്പോകും. അതല്ലെങ്കിൽ പലപ്പോഴും ആ ബന്ധത്തെയും അത് ബാധിക്കാം. കറക്റ്റല്ലേ ഞാനീ പറയുന്നത്? ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ മധുര നാരങ്ങയിൽ നിന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ദിവസം കേട്ടുമുട്ടും. മറ്റൊരു മനോഹരമായ ടോപ്പിക്, വേറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുന്നുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. റേഡിയോ ലൈം.